നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം. നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെളിവ് കൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്ന് മാത്രമേ. അല്ല, എന്ത് സസ്പെൻഡ് ചെയ്തു? അദ്ദേഹമല്ലേ ഇപ്പോൾ ഇലക്ഷൻ വർക്ക് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇലക്ഷൻ വർക്കിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിലല്ലേ? പിന്നെ സസ്പെൻഷൻ എന്നെല്ലാം പറയുന്നത് വെറുതെ പറയല്ലേ? പാർട്ടി നേതാക്കളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അല്പം മുൻപ്. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു അർത്ഥമില്ലാന്ന് വ്യക്തമായല്ലോ. അത് പാലക്കാടിൻ്റെ അനുഭവം തന്നെ പറയണം. രാഹുൽ ഫേസ്ബുക്കിൽ എഴുതിയത് സത്യം ചെയ്യിക്കും, എല്ലാം കോടതിയിൽ ബോധിപ്പിക്കും. ആയിക്കോട്ടെ. അല്ല, സർക്കാരിൻ്റെ കോർട്ടിലല്ല, സർക്കാരിൻ്റെ അന്വേഷണാത്മകമായ നിലയിലല്ലേ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും. അല്ലാണ്ട് സർക്കാരിനൊരു കാര്യം പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ പോകും. എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരല്ലേ വെച്ചുള്ളൂ. അതുകൊണ്ടില്ല. അല്ല, രാജിവെക്കാൻ ഇനി പ്രതിഷേധിക്കുന്നത് രാജ്യം മുഴുവൻ അതിൻ്റെ ഭാഗമായി മാറിയില്ലേ? ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതിഷേധിക്കേണ്ടത് ഒരു നിമിഷം മുമ്പ് രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ നിയമവിധി നടത്തട്ടെ. അതേ പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന്, ഒരു നിമിഷം മുന്നേ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ പരാതിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു നിമിഷം മുന്നേ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ഇനി MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. അതിന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം രാഹുലിനില്ല എന്നതാണ് CPM എടുക്കുന്ന നിലപാട്. CPM ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുവേദിയിലെത്തിയാൽ തടയുമോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത്. എന്തായാലും മാധ്യമങ്ങൾ വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നതാണ് ഇപ്പോൾ CPM ആവശ്യപ്പെടുന്നത്. MLA സ്ഥാനത്ത് തുടരാൻ രാഹുലിന് കഴിയില്ല. എത്രയും പെട്ടെന്ന് രാജിവെക്കുന്നു അത്രയും നല്ലത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കുന്നതിനായുള്ള ആവശ്യം കൂടുതൽ ശക്തമാകുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് അത്തരമൊരു ആവശ്യം സജീവമാക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള ഒരു ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി BJP കൂടി രംഗത്ത് വരുന്നു. കാരണം പാലക്കാട് BJP മനസ്സിൽ കാണുന്ന ഒരു നഗരസഭയാണ്, അല്ലെങ്കിൽ പാലക്കാട് കൂടുതൽ സാധ്യത BJP കാണുന്നുണ്ട്. അവിടെ രാഹുലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുന്നതും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറിമറിയുകയും ചെയ്യുന്നത്. അവിടെ BJP രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒരു പ്രശ്നത്തിന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അടിയന്തരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത്, അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ. K. സുരേന്ദ്രന്റെ പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ഒരു കാര്യമാണ് K. സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്. BJP ഈ വിഷയത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടിയിടപ്പെട്ട നിലയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസ് പൂട്ടി പാലക്കാട് നിന്ന് മുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒളിവിലിരുന്നു കൊണ്ടാണ് ഇപ്പോൾ FB പോസ്റ്റ് രാഹുലിന്റേതായി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സത്യം ജയിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല
എന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ നിയമ പോരാട്ടം നടത്തും എന്ന ഒരു സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നൽകുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച് 3 മാസം പിന്നിടുമ്പോഴും ഇതിൽ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ നിയമ നടപടികൾ എന്ന് പറയുന്നത്. അത് മുൻകൂർ ജാമ്യാപേക്ഷ നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി എന്നതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഒരു അറസ്റ്റ് ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇന്ന് തന്നെ കടക്കും. അതിനു മുൻപ് അന്വേഷണ സംഘം പ്രത്യേക സംഘം ഒരു കൂടിയാലോചന നടത്തും. എങ്ങനെ ഈ വിഷയത്തിൽ നീങ്ങണം എന്നത് സംബന്ധിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. രാഹുലിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം രാഹുലിന്റെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ സജീവമാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണണം. പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ സജീവമായി നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ MLA ആക്കാൻ പ്രയത്നിച്ചവർക്ക് വേണ്ടി താൻ പ്രചരണത്തിനിറങ്ങും, അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതായിരുന്നു രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പാർട്ടിയിലെ നേതാക്കൾക്ക് തന്നെ വലിയ അവമതിപ്പ് അക്കാര്യത്തിൽ ഉണ്ടാകുമ്പോഴും അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നത്. തനിക്ക് കൈയും കാലും തന്റെ കാല് ഉറപ്പിച്ച് നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പ്രചരണം നടത്തിയിരിക്കും എന്നതായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി. കാലുകുത്തി നടക്കാൻ കഴിയുന്നതുവരെ ഈ പ്രചരണം താൻ നടത്തും എന്നതായിരുന്നു രാഹുലിന്റെ വെല്ലുവിളിയെങ്കിൽ ഇപ്പോൾ കാലുകുത്തി നടക്കുന്ന രാഹുൽ പാലക്കാട്ടെ ഓഫീസും പൂട്ടി ഒളിവിൽ പോയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തി നടക്കുന്ന സമയമുണ്ടെങ്കിൽ അവിടെ പ്രചരണം നടത്തിയിരിക്കും. നേതാക്കന്മാരെ ഉൾപ്പെടെ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് 2 ദിവസമാകുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഓഫീസ് പൂട്ടി മുങ്ങേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒളിവിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അകത്ത് പോയാൽ അവിടെ കാലുകുത്തി നടന്നാൽ രാഹുലിന് പ്രചരണം നടത്താൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കാലുകുത്തുന്ന കാലത്തോളം താൻ പ്രചരണ രംഗത്തുണ്ടാകും എന്നതായിരുന്നു നേരത്തെ രാഹുൽ ഇറക്കിയ പ്രസ്താവന. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ഈ വിഷയം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ നിയമത്തിന്റെ വഴിയിൽ പോകും എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ രാഹുലിനെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇതിനോടകം തന്നെ രാഹുലിനെതിരെ സാധ്യമായ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് KPCC അധ്യക്ഷൻ നൽകിയത്. മറ്റ് നേതാക്കൾ ഇതിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. VD സതീശൻ പ്രതികരിക്കാതെ മടങ്ങുകയാണ് ചെയ്തത്. ഇതിൽ പ്രതികരിച്ച മറ്റൊരു നേതാവ് K മുരളീധരൻ മാത്രമാണ്. K മുരളീധരൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണ്ടി വന്നാൽ കൂടുതൽ നടപടി ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് K മുരളീധരൻ ഇന്ന് നൽകിയത്. അത് പാർട്ടി കൂടിയാലോചിച്ച്